عن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم من نام عن حزبه أو عن شيء منه فقرأه فيما بين صلاة الفجر وصلاة الظهر كتب له كأنما قرأه من الليل. رواه الإمام مسلم رحمه الله. رسول الله صلى الله عليه وسلم പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, മന്നാമ അൻ ഹിസ്ബിഹി, ആരാണോ തന്റെ ഹിസ്ബ് പൂർത്തിയാക്കാതെ ഉറങ്ങിപ്പോയത്, ഔ അൻ ഷൈഇൻ മിൻഹു, അല്ലെങ്കിൽ അതിലൊരു ഭാഗം വിട്ടുപോയത്. എന്താണ് ഹിസ്ബ് എന്ന് പറഞ്ഞാൽ? ഒരാള് പതിവായി ചെയ്യുന്ന ഇബാദത്തുകൾ, ഓരോ ദിവസവും ഞാൻ ഇത്ര അളവ് സുന്നത്തായ അമലുകൾ ചെയ്യും എന്ന് നിശ്ചയിക്കുന്നതിനാണ് ഹിസ്ബ് എന്ന് പറയുന്നത്. ഹദീസുകളിൽ ഹിസ്ബ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സലഫുകളുടെ വാക്കുകളിൽ വിർദ് എന്നൊരു വാക്ക് ഉപയോഗിച്ചതായിട്ട് കാണാം. ഇതിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഖുർആൻ പാരായണം അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ, ഇത്ര റക്അത്ത് അല്ലെങ്കിൽ ഇത്ര ജുസ് എന്ന് നിശ്ചയിച്ച് ഒരാൾ പതിവായി കൊണ്ടു നടക്കുന്നതിനാണ് ഈ പേര് പറയുന്നത്. അതാരാണോ ഒരു ദിവസം മുടങ്ങിയത്, ഫഖറഅഹു ഫീമാ ബൈന സ്വലാത്തിൽ ഫജ്രി വസലാത്തിൽ ളുഹർ, പിറ്റേ ദിവസം ഫജ്റിനും ളുഹറിനും അടുക്കുള്ള സമയത്ത് അത് ഓതി തീർത്തത്, കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ, രാത്രിയിൽ തന്നെ ഓതിയതുപോലെ അല്ലാഹു തആല അത് അവന്റെ രേഖയിൽ രേഖപ്പെടുത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഹദീസിൽ ഒരുപാട് ഫായിദകൾ, ഗുണപാഠങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇങ്ങനെ ഒരു ഹിസ്ബ് നിശ്ചയിക്കുക എന്നുള്ളത്, ഇത്ര അളവ് ഖുർആൻ ദിവസവും ഞാൻ പാരായണം ചെയ്യും അല്ലെങ്കിൽ ഇത്ര റക്അത്ത് ഖിയാമുൽ ലൈൽ നമസ്കരിക്കും എന്ന് തീരുമാനിക്കുന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാതൃകയുള്ള കാര്യമാണ്. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു ഹദീസിൽ കാണാം, അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദ്വമു, പതിവായി ചെയ്യുന്ന അമലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, വഇൻ ഖല്ല, അതിന്റെ അളവ് കുറവാണെങ്കിൽ പോലും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ശീലമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ സഹാബത്ത് അവർ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു ഇങ്ങനെ ഒരു അളവ് നിശ്ചയിക്കുകയും അത് പതിവായി കൊണ്ടു നടക്കുകയും ചെയ്യാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് ഒരു പരിഹാര മാർഗം പറഞ്ഞു കൊടുക്കുന്നത്. അത്രയും താല്പര്യം അവർക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ കാണാം, അവര് തന്റെ ഹിസ്ബ് പൂർത്തിയാക്കിയിരുന്നത് പലപ്പോഴും കിടന്നിട്ടായിരുന്നു. ക്ഷീണം കൊണ്ടോ രോഗം കൊണ്ടോ മറ്റോ കിടക്കേണ്ടി വന്നാൽ പോലും ആ കിടന്ന അവസ്ഥയിൽ ഖുർആൻ ഓതിക്കൊണ്ടത് പൂർത്തിയാക്കാറുണ്ടായിരുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തഹജ്ജുദ് നഷ്ടപ്പെട്ടാൽ അത് ളുഹറിന് മുമ്പായി 12 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു. പതിവായി 11 നമസ്കരിക്കും, അത് പകൽ നമസ്കരിക്കുകയാണെങ്കിൽ 12 ആക്കി നമസ്കരിക്കുമായിരുന്നു. രോഗം കൊണ്ടാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ രോഗിയായിരിക്കെ പോലും പകലിൽ ആ റക്അത്തിന്റെ എണ്ണത്തിൽ കുറവ് വരുത്തുമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഫായിദ, ഒരാൾക്ക് ഇങ്ങനെ ഒരു ഹിസ്ബ് അയാൾ നിശ്ചയിച്ചാൽ അത് ഖളാ ആക്കാം, പിറ്റേ ദിവസം അത് പൂർത്തിയാക്കാം എന്ന് ഈ ഹദീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുന്നത്തായ എല്ലാ അമലുകളും, എല്ലാ നവാഫിലും, നമ്മൾ നമസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്ത്, ഇതൊക്കെ ഖളാ ആക്കാം എന്ന് പറയുന്ന ഉലമാക്കൾ ഈ ഹദീസാണ് തെളിവാക്കിയിട്ടുള്ളത്. ഒരു ദിവസത്തെ ഫജ്റിന്റെ 2 റക്അത്ത് വിട്ടുപോയി, അത് ഫജ്റിന് ശേഷം നമസ്കരിക്കാം. അതുപോലെ ളുഹറിന്റെ റാത്തിബത്ത് സുന്നത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു, അത് ളുഹറിന് ശേഷം നമസ്കരിക്കാം. അത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഉസ്ർ ഉണ്ടെങ്കിൽ മാത്രമേ ഖളാ ആക്കാൻ അനുവാദമുള്ളൂ. ഒരാൾ ബോധപൂർവം സുന്നത്ത് ഉപേക്ഷിച്ചിട്ട് അത് ഖളാ ആക്കാൻ ഈ ഹദീസിൽ തെളിവില്ല. അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ ഇങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. അതിന് നല്ലൊരു അവസരമാണ് റമദാൻ. ഇപ്പൊ നമ്മളെല്ലാവരും 11 റക്അത്ത് ഇങ്ങനെ ഹിസ്ബാക്കിയിട്ടുണ്ട് റമദാൻ മാസത്തിൽ. അപ്പൊ അത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അതിൽ കുറച്ച് കുറഞ്ഞിട്ടാണെങ്കിലും റമദാൻ കഴിഞ്ഞാലും നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുക. നമുക്കതിന് സാധിക്കും എന്ന് നമ്മൾ പ്രായോഗികമായി തെളിയിക്കുകയാണ് റമദാൻ മാസത്തിലൂടെ. അതുപോലെ ഖിറാഅത്ത്, 1 ജുസ് ഓതുന്നവരുണ്ട്, 2 ജുസ് ഓതുന്നവരുണ്ട്, 3 ജുസ് ഓതുന്നവരുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ പതിവായി നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.